നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പി. നേതൃത്വവുമായി ഇവിടുത്തെ RSS നേതൃത്വം അകലം പാലിക്കാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും ആഭ്യന്തര തർക്കങ്ങൾ പുറത്ത് ചർച്ചയാകാതിരിക്കാൻ ഇരു കൂട്ടരും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. മാത്രമല്ല, തങ്ങളുടെ പിന്തുണ എപ്പോഴാണോ പാർട്ടിക്ക് ആവശ്യമെന്ന് തോന്നിയ ആ ഘട്ടത്തിലൊക്കെയും RSS ഓടിയെത്തിയിട്ടുമുണ്ട്, പാർട്ടിക്ക് വേണ്ടി കളത്തിലിറങ്ങി പ്രവർത്തിച്ചിട്ടുമുണ്ട്. കേരളത്തിൽ RSSന്റെ സംഘടനാ സംവിധാനം ഇവിടുത്തെ ബി.ജെ.പിയുടെ സംഘടനാ സംവിധാനത്തെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നതാണ് എന്ന് ഏതൊരു മലയാളിക്കും അറിവുള്ളതാണ്. പക്ഷേ കേരളത്തിലെ ഈ ഒരു അകൽച്ച അത് ദേശീയ തലത്തിലുമുണ്ടോ എന്ന ചോദ്യം മോദി രണ്ടാം വട്ടം അധികാരമേറ്റതിന് ശേഷം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരേ മരത്തിന്റെ ശാഖകളാണ് എങ്കിൽ പോലും ന്യൂനപക്ഷങ്ങളോടുൾപ്പെടെ ബി.ജെ.പിയും RSSും സ്വീകരിക്കുന്ന സമീപനങ്ങളിൽ വ്യത്യാസമുണ്ട്. കേരളത്തിലെ ക്രിസ്തീയ സഭകളെയും ഉത്തർപ്രദേശിലെ പാസ്മണ്ട മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും RSSന് വ്യക്തമായ എന്നാൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട് താനും. ഇപ്പോഴിതാ വാജ്പേയിയുടെ കാലഘട്ടത്തെ അപേക്ഷിച്ച് ബി.ജെ.പിക്കുള്ളിൽ RSSന്റെ സ്വാധീനം കുറഞ്ഞു വരികയാണോ എന്ന ചോദ്യത്തിന് ഉത്തരവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദ. വാജ്പേയിയുടെ കാലത്ത് പാർട്ടിക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ RSSനെ ആവശ്യമായിരുന്നു. കാരണം അന്ന് ബി.ജെ.പി. ശൈശവഘട്ടത്തിലുള്ള ഒരു പാർട്ടിയായിരുന്നു. എന്നാൽ ഇന്ന് പാർട്ടി വളർന്നിരിക്കുന്നു. സ്വയം പ്രവർത്തിക്കാനുള്ള സംഘടനാ സംവിധാനവും ജനപിന്തുണയും ഒക്കെ ബി.ജെ.പി. നേടിക്കഴിഞ്ഞിരിക്കുന്നു. RSS ഒരു സാംസ്കാരിക സംഘടനയാണ് എന്നും ബി.ജെ.പി. ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നുമാണ് നദ്ദ വ്യക്തമാക്കിയിരിക്കുന്നത്. മോദി ഉൾപ്പെടെയുള്ള കരുത്തരായ നേതാക്കളെ വളർത്തിയത് RSS ആണ്. മാത്രമല്ല, RSSന്റെ ആശയങ്ങൾ തന്നെയാണ് ബി.ജെ.പി. നടപ്പിലാക്കിയതിൽ അധികവും. എന്നിരുന്നാലും പാർട്ടിക്കുള്ളിൽ RSSന്റെ കൈകടത്തൽ കുറയുന്നു എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വവും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.